പരകാല പ്രഭാകർ മോദിയുടെ പേടി സ്വപ്നമായി രാജ്യത്ത് പടരുകയാണ്. മോദി ഭരണത്തിലേറിയ കാലം മുതൽ മോദിയുടെ നിശിത വിമർശകനായിരുന്നു പരകാല പ്രഭാകർ. ഇനി ആരാണ് ഈ പരകാല പ്രഭാകർ? ഇന്ത്യയുടെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവ്. ഇതാണ് പരകാല പ്രഭാകറിന്റെ വിമർശനം രാജ്യം ശ്രദ്ധിക്കാനുള്ള പ്രധാന കാരണം. മാത്രമല്ല, രാഷ്ട്രീയ സാമ്പത്തിക ശാസ്ത്രജ്ഞനും എഴുത്തുകാരനും സാമൂഹിക വിമർശകനുമാണ് അദ്ദേഹം. ഡൽഹിയിലെ നെഹ്റു സർവകലാശാലയിൽ നിന്നും ബിരുദാനന്തര ബിരുദവും ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്നും PhDയും എടുത്തു. ശേഷം BJPയിലും തെലുങ്ക് ദേശം പാർട്ടിയിലും പ്രജാരാജ്യം പാർട്ടിയിലും പ്രവർത്തിച്ചു. ഇപ്പോൾ ഒരു പാർട്ടിയിലുമില്ല. സാമൂഹിക രാഷ്ട്രീയ വിമർശകൻ, കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജിസ്റ്റ് എന്നീ നിലകളിൽ സജീവമായിരിക്കുകയാണ്. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വ്യാപക ക്രമക്കേട് നടന്നെന്ന ദ വയറാണ് ആദ്യം വാർത്തകൾ പുറത്തുവിട്ടത്. അതിനു പിന്നാലെയാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണം ശരിവച്ച് പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞനും കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവുമായ പരകാല പ്രഭാകർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഫലപ്രഖ്യാപനത്തിനു ശേഷം തിരഞ്ഞെടുപ്പിൽ പോൾ ചെയ്ത വോട്ടും എണ്ണിയ വോട്ടുകളും തമ്മിലുള്ള പൊരുത്തക്കേടുകളുണ്ട് എന്ന് വ്യാപക ചർച്ച ഉയർന്നിരുന്നു. ആകെ പോൾ ചെയ്ത വോട്ടുകൾ 6,40,88,195 ആയിരുന്നുവെന്നും എണ്ണിയപ്പോൾ അത് 6,45,92,508 ആയി വർദ്ധിച്ചുവെന്നുമായിരുന്നു റിപ്പോർട്ട്. പോൾ ചെയ്ത വോട്ടിനേക്കാൾ 5,04,313 അധികം വോട്ടുകൾ വോട്ടെണ്ണൽ ദിവസം എണ്ണിയെന്നാണ് ദ വയർ ചൂണ്ടിക്കാട്ടിയിരുന്നത്. എന്നാൽ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കരൺ ഥാപ്പറിന് നൽകിയ അഭിമുഖത്തിൽ 76 ലക്ഷം വോട്ടുകൾ കൂടി എന്നാണ് പരകാല പ്രഭാകർ പറയുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട മഹാരാഷ്ട്രയിലെ ക്ലോസപ്പ് പോളുകളും അന്തിമ കണക്കുകളും താരതമ്യം ചെയ്താണ് പ്രഭാകർ പൊരുത്തക്കേടുകൾ തുറന്നുകാട്ടിയത്. തിരഞ്ഞെടുപ്പ് നടന്ന നവംബർ 20-ന് 5 മണിക്ക് 58.22% പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു. ഇത് രാത്രി 11:30 ആയപ്പോഴേക്കും 65.02% ഉയർന്നു. വോട്ടെണ്ണലിന് മുൻപ് വീണ്ടും വർദ്ധിച്ച് 66.05% മാറി. മൊത്തം 7.8% കൂടിയിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചരിത്രത്തിൽ ഇതുവരെ താൽക്കാലിക കണക്കും അന്തിമ കണക്കും തമ്മിലുള്ള വ്യത്യാസം ഒരിക്കലും 1% കവിഞ്ഞിട്ടില്ല. എല്ലായ്പ്പോഴും അതിൽ കുറച്ച് മാത്രമാണ് വ്യത്യാസമുണ്ടാകാറുള്ളത്. എന്നാൽ മഹാരാഷ്ട്രയിൽ താൽക്കാലിക കണക്കിനും അന്തിമ കണക്കിനും ഇടയിൽ വലിയ വർധനവാണ് ഉണ്ടായതെന്ന് പ്രഭാകർ ചൂണ്ടിക്കാട്ടുന്നു. മഹാരാഷ്ട്രയ്ക്കൊപ്പം വോട്ടെടുപ്പ് നടന്ന ജാർഖണ്ഡിൽ 5 മണിക്കും രാത്രി 11:30-നുമുള്ള പോളിംഗ് ശതമാനത്തിലെ വ്യത്യാസം 1.79% മാത്രമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. അട്ടിമറി നടന്നിട്ടില്ലെന്ന് തെളിയിക്കാൻ തിരഞ്ഞെടുപ്പിന്റെ മുഴുവൻ പ്രക്രിയയും കമ്മീഷന് വീഡിയോഗ്രാഫ് ചെയ്യേണ്ടി വരും. VVPAT സ്ലിപ്പുകളും കണക്കെടുക്കണം. എന്നാൽ വീഡിയോഗ്രാഫ് എവിടെയെന്ന ചോദ്യത്തിന് തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഉത്തരമില്ല. അതിന് വിശദീകരണം നൽകാൻ അവർക്ക് കഴിയുന്നുമില്ല. ലോക്സഭാ തിരഞ്ഞെടുപ്പ് വേളയിൽ പൊരുത്തക്കേടുകൾ കണ്ടെത്തിയപ്പോഴും മറുപടി ഉണ്ടായിരുന്നില്ലെന്ന് പരകാല പ്രഭാകർ ആരോപിക്കുന്നു. അതേസമയം മഹാരാഷ്ട്രയിൽ പോൾ ചെയ്തതിനേക്കാൾ കൂടുതൽ വോട്ട് എണ്ണിയെന്നുള്ള റിപ്പോർട്ട് തള്ളി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തെത്തിയിരുന്നു. റിപ്പോർട്ട് തെറ്റിദ്ധാരണാജനകമാണെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പുറത്തുവിട്ടത് പോസ്റ്റൽ വോട്ടുകൾ കൂടാതെയുള്ള കണക്കുകളാണ്. റിപ്പോർട്ടിൽ 5,38,225 വോട്ടുകൾ കണക്കാക്കിയില്ലെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവകാശപ്പെട്ടിരുന്നു. 258 അംഗ മഹാരാഷ്ട്ര നിയമസഭയിൽ ഭരണകക്ഷിയായ BJP നേതൃത്വത്തിലുള്ള മഹായുതി സഖ്യം 230 സീറ്റുകൾ നേടിയാണ് തുടർഭരണം സ്വന്തമാക്കിയത്. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന MVA സഖ്യം 46 സീറ്റുകളിൽ ഒതുങ്ങിയിരുന്നു. 20 സീറ്റുകൾ നേടി പ്രതിപക്ഷ പാളയത്തിലെ ഏറ്റവും വലിയ കക്ഷിയായി ശിവസേന മാറിയപ്പോൾ കോൺഗ്രസ് 16ഉം NCP 10 സീറ്റുകളുമാണ് നേടിയത്. മറുവശത്ത് 132 സീറ്റുകളോടെ BJPയാണ് മഹായുതി സഖ്യത്തിലെ വലിയ കക്ഷി. NCP അജിത് പവാർ വിഭാഗം 41 സീറ്റുകളും ഷിൻഡെ വിഭാഗം ശിവസേന 57 സീറ്റുകളും നേടി. പരകാല പ്രഭാകറിന്റെ ഈ വെളിപ്പെടുത്തൽ രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ട് കൊള്ളയുടെ കൂടുതൽ തെളിവുകളിലേക്കാണ് വെളിച്ചം വീശുന്നത്. വോട്ട് കൊള്ളയുടെ ഭീകരത രാജ്യത്ത് നിലനിൽക്കുമ്പോൾ തന്നെ രാജ്യത്തിന്റെ ധനകാര്യത്തിൽ നിലനിൽക്കുന്ന ആപത്ത് പുറത്തു വരികയാണ്. IMFന്റെ ഇടപെടൽ രാജ്യത്തെ അമ്പരപ്പിക്കുന്നതാണ്. ഇന്ത്യ കുതിച്ചു വളരുന്നു എന്ന സംഘിക്കൂട്ടങ്ങളുടെ വാദങ്ങളെ തുറന്നു കാണിച്ചുകൊണ്ട് IMF പറയുന്നത് കേൾക്കുക. GDPയെ അടിസ്ഥാനപ്പെടുത്തി തെളിവുകൾ സഹിതമുള്ള കണക്കുകൾ ഒന്ന് പരിശോധിക്കാം. രണ്ടാം ക്വാർട്ടറിലെ GDP 8.2% വളർന്നു എന്നാണ് മോദി പറയുന്നത്. അത് കഴിഞ്ഞ 6 ക്വാർട്ടറിലെ ഏറ്റവും വലിയ വളർച്ചാ നിരക്കാണ് എന്നാണ്
മോദിയെ പാടിപ്പുകഴ്ത്തുന്ന അദാനിയുടെ ചാനൽ പുറത്തുവിട്ടത്. GDP കണക്കാക്കുന്നത് രണ്ട് തരത്തിലാണ്. ആദ്യം നോർമൽ GDPയും അതിൽ നിന്നും GDP റിഫ്ലക്ടർ കുറയ്ക്കുമ്പോഴാണ് റിയൽ GDP ലഭിക്കുന്നത്. വിലക്കയറ്റത്തിന്റെ തോതാണ് GDP റിഫ്ലക്ടർ എന്നത്. നോർമൽ GDP 8.7% കാണിക്കുമ്പോൾ ഇൻഫ്ലേഷൻ നിരക്ക്, അതായത് യഥാർത്ഥ കണക്ക്, വെറും 0.5% മാത്രമാണ്. അതായത് ഇന്ത്യയിലെ വിലക്കയറ്റം 0.5% കണക്കാക്കിയാണ് 8.7 മൈനസ് 0.05 8.2% എന്ന് GDP വളർച്ചയുണ്ട് എന്ന കണക്ക് കൂട്ടി ഘോഷിക്കുന്നത്. ഇന്ത്യയിലെ വിലക്കയറ്റം വെറും 0.5% എന്നത് രാജ്യത്തെ ജനങ്ങൾ പറയണം. മോദി ഭരണത്തിൽ കയറിയ കാലം മുതൽ തൊഴിൽ നിരക്ക് താഴേക്കാണ്. തൊഴിലില്ലായ്മ രൂക്ഷമാവുകയാണ് രാജ്യത്ത്. പ്രമുഖ ധനകാര്യ വിദഗ്ധർ എല്ലാവരും പറയുന്നത് 2016 മോദി സർക്കാർ കൊണ്ടുവന്ന GDP കണക്കാക്കുന്ന ഫോർമുല യഥാർത്ഥ GDPയേക്കാൾ 3.5%-ഓളം അധികം കാണിച്ചു എന്നാണ്. അതായത് പൂർണ്ണമായും തട്ടിപ്പ് ഫോർമുലയാണ് GDP കണക്കാക്കുന്നതിൽ ഉപയോഗിക്കുന്നത് എന്നാണ് രാജ്യത്തെ ധനകാര്യ വിദഗ്ധർ ഒന്നടങ്കം പറയുന്നത്. യഥാർത്ഥ ഇൻഫ്ലേഷൻ റിസൾട്ടിനെ മറച്ചുവെച്ച് നോർമൽ GDP വളർച്ച ഉയർത്തിക്കാട്ടി രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് BJP ചെയ്യുന്നത്. ഈ GDP കണക്ക് പുറത്തുവിട്ട് IMF പറഞ്ഞത് കേൾക്കുക. മോദിയുടെ നോൺ ബയോളജിക്കൽ ഇന്ത്യയിലെ എക്കണോമിക്കൽ ഡാറ്റകളൊന്നും ഒരു തരത്തിലും വിശ്വസിക്കാനാവുന്നതല്ല എന്നാണത്. IMF മോദിയുടെ സാമ്പത്തിക ഡേറ്റകൾക്ക് നൽകിയിരിക്കുന്ന ഗ്രേഡ് C ആണ്. 2024 മുതലാണ് IMF ഇക്കണോമിക്കൽ ഡേറ്റകൾക്ക് ഗ്രേഡ് സംവിധാനം ഏർപ്പെടുത്തിയത്. ABCD എന്നിങ്ങനെ 4 ഗ്രേഡുകളാണ് ഓരോ രാജ്യത്തെയും സാമ്പത്തിക കണക്കുകൾക്ക് അവർ നൽകാൻ തുടങ്ങിയത്. A OK എന്നും, B പൂർണ്ണമായും OK അല്ല, C വലിയ പ്രശ്നങ്ങളുണ്ട്, D പൂർണ്ണമായും ഉപയോഗശൂന്യമായത് എന്നതാണ് ABCD ഗ്രേഡുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യയുടെ GDPയിൽ വൻ പ്രശ്നങ്ങളുണ്ട് എന്നതാണ് IMF പറയുന്നത്. സാങ്കേതികമായ അനേകം പിഴവുകൾ ഇന്ത്യയുടെ GDP കണക്കുകൾ അളക്കുന്ന സിസ്റ്റത്തിൽ നിലനിൽക്കുന്നതിനാൽ യഥാർത്ഥ കണക്കുകൾ ഇന്ത്യ മറച്ചു വയ്ക്കുകയാണ്. 0.5% ഇൻഫ്ലേഷൻ വളർച്ച എന്ന് പറയുമ്പോൾ 10 വർഷം മുൻപ് 100 രൂപയുണ്ടായിരുന്ന പച്ചക്കറിക്ക് ഇപ്പോൾ 105 രൂപ മാത്രമേ കാണാൻ പാടുള്ളൂ. അതല്ലല്ലോ നിലവിലെ സാഹചര്യം. 2013-14 കാലഘട്ടത്തിൽ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഡോളറിനെതിരെ ഇടിയുന്ന സാഹചര്യം ചൂണ്ടിക്കാട്ടി മോദി നടത്തിയ പ്രസംഗം ഇപ്പോൾ മോദിയെ തിരിഞ്ഞു കൊത്തുകയാണ്. അന്ന് മോദി പറഞ്ഞത് നേപ്പാളിലും പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും കറൻസി ഇങ്ങനെ തകരുന്നില്ല, പക്ഷേ ഇന്ത്യയിൽ അത് കുത്തനെ ഇടിയുന്നു എന്നാണ്. മൻമോഹൻ സിംഗ് ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്ത് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി കോൺഗ്രസ് സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗമായിരുന്നു ഇത്. ഇങ്ങനെ രാജ്യം ആഭ്യന്തരമായും രാഷ്ട്രീയപരമായും അന്തർദേശീയ തലത്തിലും സാമ്പത്തികമായും തകർച്ചയുടെ വക്കിലാണ്. മോദി ഭരണകാലത്ത് നിലകൊള്ളുന്നത് ഇനി എന്ത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ: മോദി ഭരണം അവസാനിപ്പിക്കുക, കോൺഗ്രസ് അധികാരത്തിൽ ഏറുകയും പുതിയ കാലത്ത് മാറ്റത്തിന്റെ അതിനൂതന സാങ്കേതിക വിദ്യകൾ കൊണ്ട്, പുത്തൻ വീക്ഷണങ്ങൾ കൊണ്ടും രാജ്യം യഥാർത്ഥത്തിൽ കുതിക്കാൻ മാറ്റം വരിക തന്നെ വേണം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്.